എല്ലാവർക്കും CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഷൈജു. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ കേരള PSCയിൽ എന്താണ് സംഭവിക്കുന്നത്. കേരള PSCയിലെ സമാനതകളില്ലാത്ത ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരു വലിയൊരു സാധ്യതയാണ്. കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് അല്ലെങ്കിൽ ഇനി ഒരു 3 വർഷത്തിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന അത്രയും നോട്ടിഫിക്കേഷൻസും അത്രയും അഡ്വൈസുകളും പോകുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിന്നാൽ മതിയോ? നമുക്ക് ജോലി കിട്ടുമോ? വലിയൊരു അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും ഉറക്കം ഒഴിഞ്ഞു പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി പോകേണ്ട നിമിഷത്തില് നമ്മൾ വളരെ ജാഗ്രത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക? സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷനാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ. 2025 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പില് വന്നിരുന്നത് വളരെ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും വന്നിരിക്കുകയാണ്. ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികകൾ, +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റു പല പ്രധാനപ്പെട്ട തസ്തികകൾ, 10th ലെവൽ തസ്തികകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് 2025 അവസാനം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എല്ലാ നോട്ടിഫിക്കേഷനും ഒരുപോലെ നമ്മുടെ മുമ്പിൽ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയൊരു ആശങ്കയും ആശയക്കുഴപ്പവും എല്ലാം ഉണ്ട്. ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത്തരം കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ മകളെ, നമ്മുടെ മുമ്പില് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം എഴുതാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. KSFE, KSCB ഉൾപ്പെടെയുള്ള ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിലെ വിവിധ കമ്പനികളും ബോർഡുകളിലേക്കുമുള്ള അസിസ്റ്റന്റ് നിയമനമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് വന്ന KSRTC ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ അസിസ്റ്റന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന 2 കാറ്റഗറിയിൽ വന്ന ഈ ഒരു 2 നോട്ടിഫിക്കേഷനില് നമ്മൾ ഒരു 3000-ഓളം അഡ്വൈസുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞു പോയ വർഷങ്ങളിലെല്ലാം തന്നെ അത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത്ര തന്നെ അഡ്വൈസ് നമുക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മുമ്പിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ലൈവായിട്ട് നിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരിക്കൽ കൂടി ഒന്ന് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റികളിലെ അസിസ്റ്റന്റ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട തസ്തികയായിരുന്നു അതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തു പോയ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, അതേപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, കേരള പോലീസിന്റെ ഭാഗമാകുവാനുള്ള വലിയൊരു സുവർണ അവസരം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, അതേപോലെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് ജയിലർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അത് ആംഡും സിവിലും വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന നാഷണൽ സേവിങ്സിലെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പരീക്ഷ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 9ഓളം തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള പൊതു പ്രാഥമിക പരീക്ഷയും അതിനെ തുടർന്ന് മെയിൻസ് പരീക്ഷയുമാണ് നമ്മൾ 2026 പകുതിയോടുകൂടി നമ്മൾ എഴുതാൻ പോകുന്നത്. ഇത്രയും ഒരു അവസരം ഇനി ഒരു 3 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുമ്പിലെ ഇത്രയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഫോഴ്സ് പരീക്ഷകളായിരിക്കും. CPO, വിമൻ CPO പരീക്ഷകൾ, സിവിൽ എക്സൈസ് ഓഫീസർ, അതേപോലെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾ, ഫയർമാൻ, ഫയർ വിമൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഇത്തവണ നമുക്ക് ഒരു പുതിയ പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണെങ്കിലും ഇത്തവണ നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും അതേപോലെ ആഡ് ഓൺ ആയിട്ട് നമ്മുടെ മുമ്പിലെ
അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും വന്നിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു തസ്തികയിലേക്ക് നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പൊ അങ്ങനെ +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളെയും നിരാശപ്പെടുത്താതെ ഇത്രയും തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഞങ്ങൾ എല്ലാവരും എഴുതുന്ന 10th ലെവൽ പരീക്ഷയെ കുറിച്ച് സാർ ഒരു വാക്ക് പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ, പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ബെവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷ. അങ്ങനെ 2026 കൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS പരീക്ഷയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയും ബെവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷയുമാണ്. അങ്ങനെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും 10th യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും എല്ലാവർക്കും വലിയ അവസരമാണ് കേരള PSC നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കേരള PSCയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും വലിയൊരു അവസരം ഉദ്യോഗാർത്ഥി സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നത് ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് ഇത്ര അവസരങ്ങൾ കിട്ടുന്നത്. ഇനി ഇതുപോലെ ഒരു ചാകര നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെങ്കിൽ 3 വർഷം കഴിയണം. അപ്പൊ ഇത്രമേൽ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കാര്യമില്ല. നിങ്ങളുടെ തെറ്റുകളെ പരിഹരിക്കാൻ പോകാതെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ നേടിയെടുക്കണം എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ, ബെവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷ, അങ്ങനെ ഇത്രമേൽ അവസരങ്ങൾ വന്നുപോയ ഒരു സാഹചര്യത്തിലെ ഇനിയും നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് മാറുകയാണെങ്കിൽ അത് നമ്മുടെ കരിയറിൽ വളരെയധികം ദോഷം ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒന്നും ആലോചിക്കേണ്ട. ആരെന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ മുമ്പിലെ കേരള PSC വലിയൊരു അവസരം കൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അതായത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വോളിബോൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും വലിയൊരു അവസരങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് തരുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് ഭംഗിയായിട്ട് പഠിച്ച് ആ സിലബസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞു പോയ 5 വർഷങ്ങളിൽ നടന്നുപോയ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ച് മോക്ക് എക്സാമുകളൊക്കെ എഴുതി എക്സാം ഹാളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൊഫൈലിനകത്തേക്ക് കയറിപ്പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന തസ്തികകൾക്കെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് നോക്കുക, അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. 454/2025 ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ. സോ അത് മറന്നു പോരുത്. അതേപോലെ 446ഉം 448ഉം ആണ് നമ്മുടെ ഈ പറയുന്ന SIയുടെ ആംഡ് പോലീസും അതേപോലെ സിവിൽ പോലീസ് SIയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ, ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. 451/2025 ആണ് കാറ്റഗറി നമ്പർ. സമയം കളയരുത്. ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്തു വെച്ചതിന് ശേഷം ആ സിലബസിന്റെ ഹാർഡ് കോപ്പിയിലേക്ക് നോക്കിയിട്ട് പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കുകൾ ദിവസം തോറും നിങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരു പിഴവ് പോലും വരാൻ പാടില്ല. കാരണം വലിയ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അത് ഭാവിയിലായിരിക്കും നമ്മൾക്ക് അത് റിഗ്രറ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഏജ് ഓവർ ആയി പോയതിനു ശേഷം നിങ്ങൾ പിന്നീട് ചിന്തിക്കുകയാണ് ഗവൺമെന്റ് സർവീസിലേക്ക് കയറണം എന്ന് വിചാരിച്ച് നടക്കുമോ? നിങ്ങൾ 36 വയസ്സും കഴിഞ്ഞു, പിന്നീട് നിങ്ങൾ ആലോചിക്കുകയാണ് ഇനി ഒരു പരീക്ഷയൊക്കെ എഴുതി ഗവൺമെന്റ് സർവീസിൽ കയറണം, എനിക്ക് പെൻഷൻ വാങ്ങിക്കണം, അതേപോലെ ഈ നമ്മുടെ ഈ വരുന്ന ബോണസുകളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ
നമുക്ക് പിന്നീട് ഒരു അവസരം ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ജോലി എന്നുള്ള നിങ്ങളുടെ കുറെ നാളത്തെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കുവാൻ കിട്ടുന്ന വലിയ അവസരങ്ങളാണ് കേരള PSCയുടെ ഭാഗത്ത് നിന്നും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ പരീക്ഷകളാകുമ്പോൾ ആ പരീക്ഷയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ വരേണ്ടത് അല്ലെങ്കിൽ വരുത്തേണ്ടത് നിങ്ങളുടെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ ആവശ്യമാണ്. അത് സമൂഹത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സമയം കേന്ദ്രീകരിച്ച് പഠിച്ച് നിങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകാൻ പ്രത്യേകം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മുമ്പിലെ ഇത്രയും അവസരങ്ങൾ കിടക്കുമ്പോൾ പോലും നിങ്ങൾ ഇനിയും കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും ഇപ്പൊ നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. സോ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ 2026 ആദ്യ പകുതിയോടുകൂടി നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാം. ഒരു മെയ് മാസം മുതൽ നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർന്ന് അങ്ങോട്ട് എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ ഒരു മെയ് മാസം ടാർഗറ്റ് വെച്ചുകൊണ്ട് പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. സോ സ്വാഭാവികമായിട്ട് മെയ് കഴിഞ്ഞാലും കുഴപ്പമില്ല. ടാർഗറ്റ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് മെയ് മാസം ടാർഗറ്റ് വെച്ചുകൊണ്ട് വൃത്തിയായിട്ട് പഠിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകുന്നില്ല പലപ്പോഴും. അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്താണ് സാറ് സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ, സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഒരേ മൂന്ന് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 100% ജെനുവിനായിട്ട് സിലബസ് പൂർത്തീകരിക്കണം. അല്ലാതെ അവിടുന്ന് യൂട്യൂബിൽ നിന്ന് കുറച്ച് പഠിച്ച്, ഈ ചാനലിൽ നിന്ന് കുറച്ച് പഠിച്ച്, ഈ റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് അവിടുന്ന് കുറച്ച് പഠിച്ച് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സിലബസിലേക്ക് കേന്ദ്രീകരിച്ച് സിലബസിലോട്ട് നോക്കണം. അതിനകത്തെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. ആ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവിടുന്ന് കുറച്ച് പഠിച്ച് ഇവിടുന്ന് കുറച്ച് പഠിച്ചാൽ അതൊരിക്കലും സിസ്റ്റമാറ്റിക് അല്ല. അതാണ് ഒരു 100 ഉദ്യോഗാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ 85 പേരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവർ മുമ്പോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അവർ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും, പക്ഷെ മാർക്കിനകത്ത് ഇതൊന്നും ഉണ്ടാവത്തുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 100% ജെനുവിനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സിലബസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്താണോ പഠിച്ചത്, ഏത് ടോപ്പിക്കാണോ പഠിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2021 മുതൽ 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം. അത് നിങ്ങൾ നോക്കണം, പഠിക്കണം. നിങ്ങൾ പഠിച്ചതും PSC ചോദിച്ചതും തമ്മിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണം, അത് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത്, ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം മതി നിങ്ങൾ സ്ഥിരമായിട്ട് മോക്ക് എക്സാമുകൾ എഴുതി മാറണം. മോക്ക് എക്സാമുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലെ ഏത് പരീക്ഷയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എഴുതുന്ന ഏത് പരീക്ഷയെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ 100 മാർക്കിന്റെ പരീക്ഷ എഴുതി പരിശീലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇത് തന്നെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠിത്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളെ സഹായിക്കുവാൻ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും വേണം. അതായത് നിങ്ങളൊരു യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു പോകാം, ബസ്സിൽ പോകാം, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, അല്ലേ? സ്വാഭാവികമായിട്ടും യാത്ര ദൂരം കൂടുതലാണെങ്കിൽ നമ്മൾ നടന്നു പോയാലും എത്തും. പക്ഷേ നമ്മൾ എപ്പോഴും ബസ്സിലല്ലേ പോകാറുള്ളത്? എന്തിനു വേണ്ടിയിട്ടാ? പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാ. നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നതും സത്യം പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്രയും പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തണം. അത് തന്നെയല്ലേ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? അതോ 5 വർഷം പഠിച്ചതിന് ശേഷം മതി ജോലി? അങ്ങനെ അല്ലല്ലോ ആരും ചിന്തിക്കുന്നത്. നമ്മൾ പഠിത്തം തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഏറ്റവും പുതിയ ബാച്ചുകളാണ് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബാച്ചുകളുടെ പ്രത്യേകത ഇത്തരത്തിൽ തന്നെയാണ്. 100% ജെനുവിനായിട്ടുള്ള സിലബസ് കംപ്ലീഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും, അത് ലൈവ് ക്ലാസ്സുകളായിട്ടും റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും അതിന്റെ
പ്രിന്റബിൾ PDF ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടും. സോ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടാകും. ആ മെന്റർ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് ഓരോ ദിവസങ്ങളും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റിയെടുക്കണം. ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂറാണ് പഠിക്കാൻ ഇരിക്കുന്നതെങ്കിൽ ആ 3 മണിക്കൂർ പഠിക്കുമ്പോൾ അവിടെ നിന്നും 100% റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഓരോ പരീക്ഷകൾക്കും, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും പ്രത്യേകം ബാച്ചുകളും പ്രത്യേകം മെന്റർമാര് നിങ്ങളെ സഹായിക്കുവാൻ തീർച്ചയായിട്ടും CCയോടൊപ്പം ഉണ്ടാകും. അപ്പോ നിങ്ങൾക്ക് എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 2026 PSC നമ്മുടെ മുമ്പിലേക്ക് വെച്ച വലിയൊരു അവസരം തീർച്ചയായിട്ടും അത് ഗോളാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ പഠന പ്രവർത്തനം ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. 2025 2026 എന്ന് പറയുന്ന സമാനതകളില്ലാത്ത ഈ ഒരു കരിയർ കാലഘട്ടത്തിലെ വിജയം നേടിത്തന്ന വർഷമായി ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.